ഈ നാടിന്റെ തിലകക്കുറിയായി തലയ്ക്ക് മുകളിൽ കൊത്തിവച്ചിരിക്കുന്ന പേരാണ് ഉമ്മൻചാണ്ടി കോളനി. ആ പേരവസാനിക്കുന്ന കോളനി എന്ന വാക്കിൽ നിങ്ങൾക്ക് അഭിമാനക്കുറവുണ്ടാവും, പക്ഷെ ഞങ്ങൾക്കില്ല എന്ന് വിളിച്ചു പറയുകയാണ് ഈ നാട്ടിലെ മനുഷ്യർ. ഞങ്ങളാണോ മാറേണ്ടത്, നിങ്ങളാണോ? പേരിനൊപ്പമുള്ള കോളനി മാറിയതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക? മന്ത്രി കെ രാധാകൃഷ്ണന്റെ അവസാന ഉത്തരവിൽ ഉമ്മൻചാണ്ടി കോളനി നിവാസികൾക്ക് വ്യക്തമായ നിലപാടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ ലേലത്തിൽ വിളിച്ചു തന്നിരിക്കുന്ന കോളനിയായത്. ഇതിന്റെ പേര് ഒരു കാരണത്താലും മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ കോളനിയുടെ പേര് മാറ്റിയിട്ട് ഞങ്ങൾക്ക് എന്നാ ചെയ്യാനാ? ഞങ്ങൾക്ക് തരേണ്ട ആനുകൂല്യങ്ങൾക്ക് തരാൻ പറ്റുകയില്ലെന്നിട്ടാണ് നിങ്ങൾ കോളനി മാറ്റാൻ പറ്റത്തില്ല. തങ്ങളുടെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും തൊഴിൽ രഹിതരായി തുടരുകയാണ്. കഴിഞ്ഞ 6 മാസമായി തൊഴിലുറപ്പ് ജോലിയോടെ കൂലി കിട്ടിയിട്ട്. നല്ല പാർപ്പിടവും നല്ല വെള്ളവുമാണ് തങ്ങൾക്ക് വേണ്ടത്. ജാതി സർട്ടിഫിക്കറ്റിന് പൂർവികരുടെ ജാതി തെളിയിക്കാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയാണ്. പേരിനൊപ്പമുള്ള കോളനി അവമതിപ്പായി തോന്നുന്നവർ സ്വയം മാറണം. അഭിമാനത്തോടെയാണ് കോളനിയെ ഇവർ ചേർത്ത് പിടിക്കുന്നത്. ഈ കോളനിനെ മാറ്റിയിട്ട് സർക്കാരിന് ഞങ്ങൾക്ക് വേറെ ഒരു പേര് തന്നാൽ ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളെ കാണുന്ന ജനങ്ങൾ നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് വന്നവരല്ലേ, ഞങ്ങളുടെ കോളനിയിൽ എന്ന് വന്നെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. അത് എത്ര വലിയ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാലും, മന്ത്രിയുടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാലും, മന്ത്രി ആയാലും ആരും ഈ പേര് മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളുടെ ഈ കോളനിയിൽ നിന്നുള്ള പേര് ഞങ്ങൾ മരിക്കുന്നവരെ ഞങ്ങൾ മാറ്റിയല്ല. മന്നാൻ ആദിവാസി സെറ്റിൽമെന്റ് ആണ് മഴവടിയിലെ ഉമ്മൻചാണ്ടി കോളനി. 1974 ഇവർക്ക് പട്ടയം ലഭിക്കുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ശ്രമഫലം കൂടിയാണ്. ആ സ്മരണയ്ക്കാണ് കോളനിക്ക് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകിയത്. ആദ്യം 39 കുടുംബങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് 97ആയി. പേര് മാറുന്നതിനേക്കാളും ഉപരി ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുട്ടികളുടെ പഠനം, അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതമാർഗം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കട്ടെ. അല്ലാതെ കോളനി പേര് മാറിയിട്ട് വലിയ കോളനി എന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? പേരിനൊപ്പം പതിറ്റാണ്ടുകളായി പേര് നടന്ന ഊരും കുടിയുമൊക്കെ ഇല്ലാതാകുന്നത് തങ്ങളുടെ പൈതൃകത്തെ കൂടി മാറ്റുകളയുന്നത് കൂടിയാണെന്ന് ഉമ്മൻചാണ്ടി കോളനി നിവാസികൾ കരുതുന്നു. അതുപോലെ മന്നാൻ്റെ ഈ ജാതി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ തന്നെ ഈ കോളനിയുടെ പേര് പറഞ്ഞെങ്കിലേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കിട്ടത്തില്ല. അപ്പം അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇവിടെ സർക്കാരിൻ്റെ മുഖേന കിടക്കുന്നത്, ഓഫീസുകൾ കിടക്കുന്നത് ഇത് കോളനി എന്ന് തന്നെയാണ്. നാടിന്റെ പേരിനൊപ്പം എപ്പോഴോ ചാർത്തി കിട്ടിയ കോളനി എന്ന വാക്ക് ഉപേക്ഷിച്ചതുകൊണ്ടോ മാറിയതുകൊണ്ടോ ഇവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയോ ആളുകൾക്ക് ഇവരോടുള്ള മനോഭാവം മാറുകയോ ചെയ്യുമോ? ഇല്ലെന്ന് തിരിച്ചറിയുന്നവരാണ് ഈ മനുഷ്യർ. അതുകൊണ്ട് തന്നെ തൽക്കാലം കോളനി എന്ന വാക്ക് ഉപേക്ഷിക്കാൻ ഇവരില്ല. കഞ്ഞിക്കുഴി ഉമ്മൻചാണ്ടി കോളനിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.